എനിക്ക് ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. ഞാൻ ഒത്തിരി കോസ്റ്റ്ലി സാരികൾ കുറവാണ് ഞാൻ എടുക്കല്. എന്നിട്ട് സാരികൾ എടുക്കും, പക്ഷെ വെറൈറ്റി പ്ലെയിൻ സാരി എടുക്കും, നല്ല വർക്കുള്ള ബ്ലൗസ് സെറ്റ് ചെയ്തിട്ട് അത് അങ്ങനെയാക്കും. അങ്ങനെ ഓരോന്നും എല്ലാം അങ്ങനെ തന്നെ, എല്ലാം വ്യത്യാസമായിരിക്കണം എന്ന് മാത്രമേ എന്റെ ആഗ്രഹമുള്ളൂ. ഇപ്പൊ ബ്ലാക്ക് ചേച്ചി ഉപയോഗിച്ച സാരി ഏതെങ്കിലും ഉണ്ടോ ഇവിടെ? അത് മുകളിലുണ്ട്, കുറെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കേട്ടോ, ഇതിങ്ങനെ വെറും ബ്ലാക്കിൽ ബ്ലൗസുകൾ വെറൈറ്റി ചെയ്യൂലേ. അപ്പൊ അതൊരു സാരിയുടെ വില നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത രീതിയിൽ ആക്കിക്കൊണ്ടിരും. ഇതൊക്കെയാണ് എന്റെ. ഇത് കണ്ടാ നല്ല എക്സ്പെൻസീവ് ആയിട്ട് തോന്നും അങ്ങനെ, പക്ഷെ ഇല്ല. ഇത് ഫുൾ ആണെങ്കിൽ ഇതാണ് എംബ്രോയിഡറിയുടെ ഒക്കെ കഴിവാണ്. ഇതിങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതിലൊക്കെ അങ്ങനെ അങ്ങനത്തെ ഇടും. അങ്ങനെ ഇത് പ്ലെയിൻ ആണ്. ഇതിനൊക്കെ ഇങ്ങനെ പ്രിന്റ് ഉള്ള ഈ ബ്ലൗസുകൾ അങ്ങനെയൊക്കെ. അത് പിന്നെ ആ ഒരു സാരിക്ക് തന്നെ പല പ്രിന്റുകൾ എടുക്കും. ഇത് കണ്ടോ, ഈ പ്രിന്റ്, പല പല പ്രിന്റുകളുള്ള ബ്ലൗസുകൾ അങ്ങനെയൊക്കെ എടുക്കാം. പിന്നെ അതേപോലെ ഇതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ഒരു ഫംഗ്ഷൻ വന്നു, പെട്ടെന്ന് പോണേ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സാരികള് എല്ലാം ഉടുത്ത സാരി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇരുന്ന ഒരു സാരിയാണ്, ഞാൻ കുറച്ച് തുണി വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇത് ഞാൻ ചെയ്തതാണ്. പെട്ടെന്ന് ഞാൻ വേറൊരു സ്റ്റൈല് പോലെ ആക്കി, ഇങ്ങനെ ആക്കി. ഇങ്ങനെ ഇതിപ്പോ നമുക്ക് ആർക്കും ഉണ്ടാവില്ല, ഇങ്ങനത്തെ സാരി ആർക്കും ഇല്ലല്ലോ. അതെ. ഇത് സാധാ ഒരു സാരിയില് നമ്മളാണെങ്കിൽ വേറൊരു പൈപ്പിംഗ് കൊടുത്തു അല്ലേ. എന്നിട്ട് ആ പൈപ്പിങ്ങിന്റെ തന്നെ ബ്ലൗസും ചെയ്തു. പെട്ടെന്ന് ഇറങ്ങി എടുത്തൊക്കെ പോകുമ്പം ഇത് ആർക്കും ഉണ്ടാവില്ല. അപ്പൊ അത് വില അറിയില്ല പക്ഷെ ഇത് ഭയങ്കര, മറ്റേ നമ്മൾ കാണുമ്പോ ഭയങ്കര ഇത് എത്ര വിലയാന്നുള്ള അറിയുമല്ലോ, ഇത് അറിയില്ല ഇങ്ങനത്തെയൊക്കെ ആവുമ്പോ. ഇങ്ങനത്തെ പണികളൊക്കെ എനിക്കുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ വലിയ ബൊട്ടീക്കിലൊക്കെ ചെയ്യിപ്പിച്ച ഒരുപാട് പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചില്ല. ഞാൻ ഒരു ദിവസം രാത്രി തന്നെ ഇരുന്ന് തയ്ച്ചാൽ എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഞാൻ തയ്ക്കും. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഞാൻ ഇട്ടുകൊണ്ട് ചെല്ലുമ്പോ പറയും ഇതെപ്പ തയ്ച്ചു. ഞാൻ പറയും ഇന്നലെ ഇരുന്ന് രാത്രി ഇതായിരുന്നു പെട്ടെന്നിരുന്ന് തയ്ച്ചുണ്ടാക്കുക. ഇതൊക്കെ ഓരോ ഫംഗ്ഷൻ വരുമ്പോ പെട്ടെന്ന് ഇരുന്ന് ഞാൻ തയ്ച്ചു വിട്ടു. ഇപ്പൊ ഓരോ ഫംഗ്ഷൻ വരുമല്ലോ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന സാരികളാ. ചേച്ചിയുടെ സാരി ഇത് ഭയങ്കര വെയിറ്റ് ആണ്. എടുത്തു നോക്കിയേ, കണ്ട ഇത് ആ ഒരു സമയത്ത് ഇതിന് എന്തായിരുന്നു, ഭയങ്കര വെയിറ്റ്. ഫുൾ ഹാൻഡ് വർക്ക് ആണോ? ഫുൾ ഹാൻഡ് വർക്ക്. ഇതൊക്കെ നമ്മള് എത്ര എമൗണ്ട് ആയിട്ടുണ്ടാവും? ഇതിന് ഭയങ്കര കോസ്റ്റ്ലി ആണോ? പക്ഷെ ഇതൊക്കെ രസമായിരുന്നു ആ സമയത്ത് ഉടുക്കുമ്പോഴേ. നല്ല രസമുണ്ട്. വേണം കൊണ്ടുവെക്കോ, വേണം എടുത്തോ. ഞാൻ തമാശല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു. എന്റെ വകയായിട്ട് കയ്യിലിരുന്നോട്ടെ. ചേച്ചി എനിക്ക് സാരി തന്നു, ഒരു ബ്ലാക്ക് ഇരുന്നോട്ടെ. ഓ താങ്ക് യു ചേച്ചി. അടിപൊളി. നോക്ക് ചേച്ചി എനിക്ക് സാരി തന്നു. അടിപൊളി. ഞാൻ എന്തായാലും ഇത് വെച്ചിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ പറയും. എനിക്ക് ചേച്ചി ഒന്നാമത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് എല്ലാവർക്കും ചേച്ചി നല്ലതായിട്ട് അറിയാം അല്ലേ. ഈ പാടാത്ത പെങ്കിളിയുടെ വിശേഷം പറഞ്ഞപ്പോഴാണ് അതിനകത്ത് 3 ദേവ വന്നിട്ടുണ്ടായിരുന്നല്ലോ. സൂരജേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ലജ്ജിത്തേട്ടൻ, പിന്നെ മനുച്ചേട്ടൻ. അതിനകത്ത് അമ്മ എന്നുള്ള നിലയ്ക്ക് ചേച്ചിക്ക് ആരോടത്തായിരിക്കും കുറച്ച് കൂടുതൽ? ഞാൻ കൊണ്ടുവന്ന എന്റെ മോനാണല്ലോ സൂരജ്. സൂരജേട്ടനോട് ഒരു കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട്. എനിക്ക് അവന്റെ ഓരോ സ്വപ്നങ്ങളൊക്കെ പറയുമ്പോ ഞാൻ എല്ലാം ഇങ്ങനെ നടക്കും മോനെ ഇങ്ങനെ കൊണ്ടുനടക്കുമായിരുന്നു. പാടത്തെ ഭയങ്കര സെറ്റൊക്കെ മിസ് ചെയ്തു. ചേച്ചി അവിടുന്ന് പെട്ടെന്ന് പോകുന്നല്ലേ? ഇല്ല, 3 വർഷം ഫുൾ സീരിയൽ കഴിഞ്ഞപ്പോഴാണ് പോകുന്നത്. ആ കോവിഡിന്റെ സമയത്തൊക്കെ മനസ്സിനൊരു സന്തോഷം ഉണ്ടായത് ആ സീരിയലാണ്. കാരണം നമ്മൾ അവിടെ ചെല്ലുന്നു തിരിച്ചു, അപ്പൊ നമ്മൾ എല്ലാവരുമായിട്ടൊന്ന് വേണ്ടി മറ്റേ നമ്മളെ ഏതോ ഒറ്റപ്പെട്ട പോലെ കിടക്കും. ചേച്ചി ഇപ്പൊ ഈ 25 വർഷത്തിലായാലും എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ പുതിയ ഞാൻ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ മറന്നു പോകുന്നില്ലല്ലോ. ഇപ്പൊ നമ്മള് സിനിമ ഇപ്പം കുറവാന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ വീട്ടിലയ്യോ ഇല്ല എന്ന് പറഞ്ഞായിരിക്കില്ല. അപ്പൊ സീരിയൽ വരും, സീരിയൽ എടുക്കും. അതിനിടയ്ക്ക് ചെയ്യും. അതിനിടയ്ക്ക് ഇപ്പൊ ഈ അടുത്ത് ആവണങ്ങാട്ട് എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് പിന്നെ നമ്മുടെ ഇവരുടെ അമ്മയായിട്ട് ഞാൻ പോയി ചെയ്തു. നമ്മുടെ സീരിയലിലൊക്കെ ഉള്ള പെട്ടെന്ന് പേര് കിട്ടില്ല, അമ്മയായിട്ട് ഞാൻ പോയി. ഞാൻ അതും 2 ദിവസത്തെ വർക്കായിരുന്നു. അപ്പൊ ഒരു രസമായിട്ട് അത് പോയി ചെയ്തു. അങ്ങനെ വെറുതെ ഇരിക്കില്ല. പിന്നെ അതിനിടയ്ക്ക് ഷോ വരുമ്പോ അതും ചെയ്യും. ഷോസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. നമുക്ക് മടക്കി വെക്കാം അല്ലേ? ഇത് മടക്കി എടുക്കാം, എല്ലാം മടക്കി വെക്കാം. അല്ല അത് ഞാൻ പിന്നെ മടക്കി വെക്കാം. അല്ല അത് കുഴപ്പമില്ല, ഇത് ഞാൻ മടക്കി വെക്കാം. ഇത് മാറ്റി വെക്കാം.
ചേച്ചി എനിക്ക് തന്ന സാരിയാണ് ഗൈസ്. അത് മാറ്റി വെക്കാം. ഇനി എങ്ങോട്ടാ നമ്മൾ പോകാൻ പോകുന്നേ? ഇതാണ് ഇതാണ്. ഇനി അങ്ങോട്ട് എന്താണ്? ഇത് നമ്മുടെ അടുക്കള. അതാണ് ചേച്ചിയുടെ ഏരിയ. ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചേച്ചിയുടെ അടുക്കളയൊക്കെയാണ്. പക്ഷെ എങ്ങനെ കിടക്കുന്നത് എനിക്കൊന്നും പറയാൻ വയ്യ. നല്ല എന്താ പറയാ, ഒരു ഇവിടെ കൃഷ്ണൻ കൃഷ്ണനല്ലേ? സോറി, അത് കൃഷ്ണൻ. ഇതാരാ? അത് കൃഷ്ണന്റെ. സോറി, അത് രണ്ടും കൃഷ്ണന്റെ. സോറി, എനിക്കറിയത്തില്ല. ഓക്കെ, ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാം. ഇത് ഗസ്റ്റുകൾ വരുമ്പോ കൊടുക്കാനുള്ള ഇതായിരിക്കും അല്ലെ? കപ്പും സാധനങ്ങളും. ഇവിടെ കുറച്ച് പേരല്ലേ വരുള്ളൂ. അതെ അതെ. ഇവിടെ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ബ്ലൂ കളർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ പിന്നെ ഇവിടെ ഇത് നമ്മുടെ കുഞ്ഞു കിച്ചൺ. എന്റെ ലോകം ഇത്രയൊക്കെ ഉള്ളൂ. ചേച്ചി എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? എല്ലാരും പറയും ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും. ചേച്ചി ആണെങ്കിൽ എന്തോ ഒരു ചിക്കൻ എന്തോ ഉണ്ടാക്കി കൊടുത്ത കഥയൊക്കെ ഓർഡിനറിയുടെ സെറ്റിലല്ലേ? ചേച്ചി ചിക്കന്റെ ഒരു സംഭവം ഒക്കെ ഉണ്ടാക്കി കൊടുത്ത കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അതുണ്ടായിരുന്നു. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം എങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കാനാണ്? വെജ് ആണോ നോൺ വെജ് ആണോ? അല്ല, അങ്ങനെയില്ല. നോൺ വെജ് ആണ് ഏറ്റവും ഇഷ്ടം. ഓരോന്നൊക്കെ ആയിട്ടുണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതാണ്. ഇപ്പൊ നമ്മളൊരു അവിയലോ സാമ്പാർ അങ്ങനെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടാവും ചിക്കനൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തു. മക്കളുടെ വിശേഷം എന്താ? ഇവിടെ ഓവൻ സംഭവങ്ങളും എല്ലാം കബോർഡ്സും എല്ലാം. മറ്റേ ചാലക്കുടിയിലെ വീട്ടിലാണ് കുറച്ചും കൂടെ അത് പിന്നെ നമ്മുടെ ലോകം പോലത്തെ. അതെ അതെ അതെ. മക്കളെല്ലാരും അവിടെയാണോ? മക്കളില്ല. മൂത്ത ആളിപ്പം ബാംഗ്ലൂരാണ്, അവിടെ ടീച്ചറാണ്. മോൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അവരവിടെ സെറ്റിൽഡ് ആണ്. രണ്ടാമത്തെ ആള് തൃശ്ശൂരുണ്ട്. അവളും ജോലിയുണ്ട്, റവന്യൂല് വർക്ക് ചെയ്യുന്നു. ഒരു കുഞ്ഞു മോനുണ്ട്, അവൻ +2 പഠിക്കുന്നു. ഓക്കെ, ഇനി മേളിലോട്ടുണ്ടോ ചേച്ചി? മേളില് റൂമായിട്ടില്ല, പക്ഷെ നമ്മളുടെ സാധനങ്ങൾ ഇങ്ങനെ ഷൂട്ടിംഗ് സാധനങ്ങളൊക്കെ എല്ലാ ഡ്രസ്സുകളും അവിടെയാണ്. മേലേക്ക് പോവാൻ പറ്റുമോ? പറ്റും. പക്ഷെ ഇവിടെ എന്റെ ഇങ്ങനെ കിടക്കുന്നോണ്ടേ. ഓ, ഇവിടെ വേറെ ഡോർ ഉണ്ടല്ലേ ഇങ്ങനെ? ഓക്കെ. ഓ, ഇവിടെ ഫുൾ കൃഷ്ണൻ, കൃഷ്ണമയം. കൃഷ്ണന്മാരുള്ള ജീവിതമാണ്. കുറെ കൃഷ്ണനും. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ്. അതെന്താ വെച്ചാല് കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷം നമ്മള് ഒറ്റപ്പെട്ട പോലെ നിൽക്കുകയാണല്ലോ. അപ്പൊ എന്റെ ഏക സങ്കടം പറയാനും സന്തോഷം പറയാനും എന്തിനും വന്ന് ഇവിടെയാണ് ചേരുന്നത്. കാരണം അപ്പുറത്തൊരു കൃഷ്ണൻ ഇരിക്കില്ലേ, അതൊരു വലിയൊരു കൃഷ്ണൻ. ആ കൃഷ്ണനെ ഞാൻ കട്ടിലേക്ക് കടത്തുമായിരുന്നു. കാരണം തൊട്ടടുത്തൊക്കെ കള്ളന്മാര് കയറി ഭയങ്കര പ്രശ്നങ്ങളായേ. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായി. രാത്രിയായപ്പോ എനിക്ക് ദൈവം എന്റെ കൃഷ്ണ, ഞാൻ പേടിയല്ലേ കള്ളനൊക്കെ വന്നാലോ. അപ്പൊ ഞാനിത് ഈ കൃഷ്ണനെ ഇവിടെ കൊണ്ട് എന്റെ കട്ടിലിന്റെ ഇവിടെ കിടത്തും. ഞാൻ ഇപ്പുറത്ത് കിടക്കും, ഇവിടെ തന്നെ കിടന്ന് ആരെങ്കിലും വരികയാലും നോക്കിക്കോളാൻ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഇതുവരെ എനിക്ക് പേടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ല. ഭയങ്കര ധൈര്യമാണ് എനിക്ക്. അതെ അതെ, അത് ഫുൾ കൃഷ്ണൻ വീട്ടിലുള്ളതിന്റെ ഒരു ഇത്. എനിക്കൊരാളെ പോലെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സങ്കടമൊക്കെ വന്നാൽ ഞാൻ അവിടെ പോയിട്ടാണ് പറയാം. പക്ഷെ നടക്കത്തില്ല. പക്ഷെ കുറേയൊക്കെ ഞാൻ ഏറ്റവും അവസാനം ആകുമ്പോ നടക്കും. ആദ്യമൊന്നും നടക്കൂല. അപ്പൊ എനിക്ക് അപ്പോഴും ചില സമയത്ത് തന്നെ മനസ്സിലാക്കും അവസാനം ചെയ്യും. ഏറ്റവും അവസാനമായിട്ട് കൃഷ്ണനാണെന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഗണപതി ഉണ്ടല്ലോ ഇവിടെ. ഉണ്ട് ഗണപതി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല കേട്ടോ. നിങ്ങള് ഇതൊക്കെ എടുത്ത് ആൾക്കാരെ കാണിക്കല്ലേ. അവിടെ ഇവിടെ എന്റെ തുണികള്, എന്റെ ഷൂട്ടിംഗ് തുണികളുടെ ബഹളമാണ്. ഇവിടെ ചേച്ചി തുണിയൊക്കെ ഷൂട്ടിങ്ങിന്റെ സാരികളാ, മൊത്തം സാരികളാ ഇവിടെ. അയ്യോ, ഇവിടെ ഒരുപാട് സാരികളുണ്ടല്ലോ. ഇവിടെ ഒത്തിരി ഉണ്ട്. ഇവിടെ ഒത്തിരി സാരികളുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് ഒരു ചെറിയൊരു വേർഷൻ. അതിലും കൂടുതലുണ്ട് ഇവിടെ. ഇതിന് രണ്ടിലും കൂടി കൂടുതലുണ്ട് ചാലക്കുടിയില്. ചാലക്കുടിയിലും ഒക്കെ ആയിട്ട് ഇതൊക്കെ നമ്മള് ഇപ്പോഴും ഒരു ഷൂട്ടിങ്ങിന് വേണമല്ലോ. നമുക്ക് സാരികളുടെ ബഹളമാണല്ലോ. ചേച്ചി കൂടുതൽ സാരികളാണോ പുറത്ത്? എനിക്കൊന്നും ചേച്ചി കൂടുതൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ സാരി ഉടുക്കൽ കുറവാണ്. ഇത് ഫുൾ നമ്മുടെ ഷൂട്ടിങ്ങിനുള്ള സെറ്റ് മുണ്ടും അങ്ങനത്തെ സാരികളാണ്. ഇത് സാധാരണ ചേച്ചി ഉടുക്കാറുള്ള പോലത്തെ സാരികൾ. ഇതൊക്കെ ഷൂട്ടിങ്ങിനാ. ഓക്കെ. ഇനി അവിടെ എന്താ ചേച്ചി? ഇത് ടെറസാണ്. ഒരു നീണ്ട, അവിടെ നിറയെ കിളികളുണ്ട് അപ്പുറത്ത്. അപ്പൊ അത് നോക്കി വർക്കൗട്ട് ചെയ്യുന്നത്. ചേച്ചി വർക്കൗട്ട് ചെയ്യാറുണ്ടോ? ആദ്യം ഇപ്പൊ ഞാൻ എല്ലാം കൂടെ കയറ്റി വെച്ചാൽ ഞാൻ പറഞ്ഞ വൈറ്റ് വാഷ് വർക്കൗട്ട് ചെയ്യും. അതാണ് ഈ സൗന്ദര്യത്തിന്റെ എപ്പോഴും ഇങ്ങനെ ചുറുചുറുക്കോടെ ഇങ്ങനെ നടക്കുന്നത്. വർക്കൗട്ടും അല്ല, എങ്ങനെ ഇപ്പോഴും നോക്കി എപ്പോഴും ചേച്ചിനെ കാണുമ്പോ ഒരു ഐശ്വര്യാണ്. അങ്ങനെയുണ്ടോ? അല്ലേ? ഇല്ല, ഞാൻ എന്താന്നറിയോ മോനെ, എനിക്ക് തോന്നുന്നു ചേച്ചി എല്ലാം ഇന്റർവ്യൂലോ എവിടെ പോയാലും ചേച്ചിയുടെ അടുത്ത് ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ. ഇല്ല, ഞാൻ എന്താന്നറിയോ, വല്ലാണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അതിനെ കുറിച്ച് ചിന്തിച്ച് മനസ്സിതാക്കൂല. ഞാൻ തന്നെ ഓർക്കും ഇത് അങ്ങനെ ആക്കിയിട്ട് ഒരു കാര്യമില്ല
നമുക്ക് ശരിക്കും കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അതെ 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 തീർച്ചയായും. അപ്പൊ പിന്നെ ഈ വെറുതെ ടെൻഷൻ അടിക്കുന്ന നേരത്തെ എന്താണ് ഇതിന്റെ ഒരു പോംവഴി എന്ന് വിചാരിച്ചാൽ അതെ അതെ ഞാൻ അതുകൊണ്ട് കുറെ ടെൻഷനുകളൊക്കെ ഞാൻ തന്നെ കളയും. അതെ ടെൻഷൻ പകുതി നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കുറെ ഇതുണ്ടാവുമല്ലോ. ഇതുണ്ട് അത്രേ ഉള്ളൂ അങ്ങനത്തെ. ചേച്ചി പിന്നെ പെട്ടെന്നാണെങ്കിൽ പാസ്പോർട്ട് എടുത്തിട്ട് 2-3 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് എടുത്ത് പെട്ടെന്ന് ഒരു ഷൂട്ടിന്റെ ലൊക്കേഷനിൽ പോയി എല്ലാ കഥകളും നാട്ടിക്ക് വരുന്നു. എന്റെ എല്ലാ കഥകളും അറിഞ്ഞിട്ട് പിന്നെ 300ഓളം സിനിമകൾ താരം ഇതിനോടകം മലയാളത്തിൽ ചെയ്തു. കൂടാതെ മെഗാ സീരിയലുകളിലടക്കം ഗംഭീര വേഷങ്ങൾ ചെയ്തു. സിനിമാ പ്രേമികൾക്ക് അംബിക മീശമാധവനിലെ പിള്ളേച്ചന്റെ ഭാര്യയും സീരിയൽ പ്രേമികൾക്ക് പാരിജാതത്തിലെ അമ്മായിയുമാണ്. ഈ കഥാപാത്രങ്ങളുടെ പേരിലാണ് ആളുകൾ അംബികയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ എത്തുന്നത്. ചിങ്ങപ്പെണ്ണിന് കണ്ണെഴുതാൻ എന്ന ആൽബത്തിൽ സുരേഷ് ഗോപിയുടെ അമ്മയായി അഭിനയിച്ചുകൊണ്ടാണ് അംബിക മോഹൻ ഈ രംഗത്തേക്ക് കടന്നു വന്നത്. മക്കളെ വിവാഹം ചെയ്തയച്ച് സ്വസ്ഥമായി കഴിയുന്ന കാലത്തായിരുന്നു അംബികയെ തേടി അവസരങ്ങൾ എത്തിയത്. KCB എഞ്ചിനീയറായി റിട്ടയർ ചെയ്ത ചന്ദ്രമോഹനാണ് അംബികയുടെ ഭർത്താവ്. 2 പെൺമക്കൾ ദിവ്യയും റോമിയും. 2 പേരും ടീച്ചർമാരാണ്. ഇപ്പോൾ അംബികയ്ക്ക് കൂട്ട് അമ്മയാണ്. ചാലക്കുടിയാണ് സ്വന്തം സ്വദേശമെങ്കിലും അമ്മയ്ക്ക് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ പിടിപെട്ടതോടെ ചികിത്സയ്ക്കും ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കും എല്ലാമായി എറണാകുളത്താണ് ഇപ്പോൾ അംബികയുടെ താമസം.